അമ്മയ്ക്ക് ഒരു ഉത്സവം കൂട്ടിയിട്ട് വന്നാലോ? ബായോ. ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ്. ഇപ്പോൾ നമ്മൾ കുംഭഭരണി കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ അതേ ഇതാണ് ചേച്ചി, അമ്മയുടെ ചേച്ചിയുടെ മോളാണ് കേട്ടോ, മൂത്ത ചേച്ചിയുടെ മോളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇലയൊക്കെ വിളമ്പി ഫുഡൊക്കെ ഇങ്ങനെ വെച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മെയിൻ എന്താണെന്ന് അറിയാമല്ലോ, മെയിനായിട്ട് നമുക്ക് കൊഞ്ചുമാങ്ങയാണ് ഫുഡിന് ഇവരെല്ലാവരും പ്രത്യേകം വിളമ്പുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത്. അമ്മയ്ക്ക് ചെട്ടുളങ്ങരമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് ഈ കുഞ്ചുമാങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങളിതേ ഇങ്ങനെ ചോറൊക്കെ കഴിച്ചു. ചോറിന് പായസം ഉണ്ടായിരുന്നു. പായസമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് പുറത്തിങ്ങനെ പോയപ്പോൾ 2 കുഞ്ഞുങ്ങളിങ്ങനെ ജ്യൂസ് കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മേടിച്ച് ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചു. ബാക്കി കുറച്ച് ഞങ്ങൾ കുപ്പിയിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരമായി തേരും കുതിരയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് വന്നു. അപ്പോൾ ഇതാണ് അങ്ങൊന്നും വരുന്നതേ ഉള്ളൂ, ഇനിയും 2 വരാനുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും ഒരെണ്ണം ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ ഇങ്ങനെ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഇങ്ങനെ കൊണ്ടുവച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇവരിങ്ങനെ 7 ദിവസം കൊണ്ടാണ് ഈ ഒരു തേരും കുതിരയായാലും എല്ലാം ഇങ്ങനെ കെട്ടി തീർക്കുന്നത്. ഇതിൽ ഭയങ്കര 1 വർഷത്തോളം അതിൻ്റെ ചട്ടം ഉണ്ടല്ലോ, ചട്ടം ഇങ്ങനെ കൂട്ടി 1 വർഷം ഇങ്ങനെ വെള്ളത്തിലിട്ടേക്കും. ഇട്ടിട്ടാണ് പിറ്റേ വർഷമാണ് അവരത് ഇതിങ്ങനെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് ദേവിക്ക് വേണ്ട എല്ലാ ഉടയാടയും അതുപോലുള്ള എല്ലാ സംഭവങ്ങളും വെച്ചിങ്ങനെ തേര് ഭംഗിയായിട്ടിങ്ങനെ അലങ്കരിക്കും. തേരും കുതിരയും മാത്രമല്ല, അതിൻ്റെ കൂടെ ഈ പ്ലോട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അതിന് പ്ലോട്ടും കാര്യങ്ങളൊക്കെ 1-2 ഉണ്ടായിരുന്നു. ഹനുമാനും അതുപോലുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ചെട്ടുളങ്ങര അമ്മ നമ്മുടെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഓരോ കരയുടെയും അതായത് തേരിൻ്റെ കുതിരയുടെ അടുത്ത് പോയിട്ട് അമ്മ അനുഗ്രഹം കൊടുക്കും. അമ്മ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കണ്ട് കുറച്ച് നേരം ഞങ്ങൾ അമ്മ എല്ലാ കരയിലും പോയിട്ട് ഇങ്ങനെ അനുഗ്രഹിക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കുതിരേനെയും തേരിനെയൊക്കെ ഇങ്ങനെ അനുഗ്രഹിക്കുകയാണ്. അമ്മ ഇഷ്ടമുള്ളിടത്ത് എടുക്കും, കുറച്ച് നേരം ഏത് കരയ്ക്കാണോ കൂടുതൽ ഇത് വരുന്നത് അവിടെ കുറച്ച് നേരം അമ്മ ഇങ്ങനെ ആടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളതേ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് കോളിഫ്ലവർ ഫ്രൈ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മേടിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മന്തി റൈസും മയണൈസും അൽഫാമും കൂട്ടിയിട്ട് കഴിച്ചു. പിന്നെ ഫ്രഷായിട്ട് ഞങ്ങളിതേ കഥകളി നടക്കുന്നിടത്തേക്ക് പോയി. അപ്പോൾ ആ അമ്പലത്തിൽ തൊട്ട് സൈഡിലിട്ട് അമ്മ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വെളുപ്പിനെ ഒരു 3 മണി 3:30 ടൈമായിരിക്കും. ആ ടൈമിൽ ഇവിടെ ഇങ്ങനെ കഥകളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ 5-6 പേരുണ്ടായിരുന്നു. ഒരു 5-6 പേര് 2 ഭാഗമായിട്ടായിരുന്നു കഥകളി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ഇതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ അവിടെ തന്നെ കുറച്ച് നേരം നിന്നു. അങ്ങനെ ഞങ്ങളത് കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇത് വെളുപ്പിന് വരെ ഉണ്ടാവും, ഒരു 6 മണി 6:30 7 മണി ആ ഒരു സമയം വരെ ഇവർ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഇത് കാണുമ്പോൾ നമുക്ക് മടുപ്പൊന്നും തോന്നത്തില്ല, നല്ല രസമാണ്. അവർ കളിക്കുന്ന ആ ഒരു ഭംഗിയിൽ നമ്മളങ്ങനെ ഇരുന്നു പോകും. വെളുപ്പിന് വരെ അമ്മ എന്തെടുക്കും, ആ തേരിൻ്റെയും കുതിരയുടെയും കൂടെ തന്നെ ഉണ്ടാവും. അമ്മയും ഒരു 7 മണി ആവാതെ അവിടെ ആ മണ്ണ് വിട്ടിട്ട് പോകത്തില്ല. അപ്പോൾ അമ്മ എന്ത് ചെയ്യും, ആ സമയം വരെ അമ്മ ഇതെല്ലാം കണ്ടുകൊണ്ട് അമ്മയുടെ മനസ്സ് സന്തോഷപ്പെടുന്നത് വരെ അമ്മ എന്തെടുക്കും, അവിടെ തന്നെ അങ്ങനെ നിൽക്കും. ഞങ്ങളതേ രാവിലെയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഓരോരോ സാധനങ്ങളൊക്കെ മേടിച്ച് ഞാനും ചേച്ചിയോടെ എന്തെടുത്തു വീട്ടിലേക്ക് പോകാൻ തത്രപ്പാടിലാണ്. ഞാൻ പറഞ്ഞില്ലേ 2ാമതൊരു ടീം കൂടെ ഉണ്ടായിരുന്നെന്ന്, അവരുടെ കഥകളിയായിരുന്നു. ഇതായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത്. ഈ ഭാഗം തുടങ്ങിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 6 മണി ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. ഒരു 7 മണി 7:30 ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എന്തെടുത്തു,
അമ്പലത്തിന് ശ്രീകോവിലിന് ഉള്ളിലേക്ക് കയറി പോന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ലാസ്റ്റ് 7 മണി ആ ഒരു സമയപ്പെട്ടുള്ളൊരു വ്യൂ ആണ് ഇത്. എന്നിട്ട് ഞങ്ങളതേ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളിനി വീട്ടിലേക്ക് മടങ്ങി.